ഹലോ ഗൈസ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ പിന്നെ ലോറി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞതിനോട് ഇതാ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക മെല്ലെ നമുക്ക് ലോഡാക്കിട്ടോ, അതുകൊണ്ട് നമുക്ക് മെല്ലെ നമ്മളെ വണ്ടി എടുത്ത് മെല്ലെ പുറമേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി വഴിയാ കാണാം കേട്ടോ. അപ്പോൾ ഈശ്വര ഭഗവാനെ കാത്തോളണേ, എന്താ നമ്മളെ ഗണപതി ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിതാ പേരാമ്പ്ര ബൈപ്പാസ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പേരാമ്പ്ര ബൈപ്പാസ് എത്തി. നമ്മളിപ്പോൾ എന്താ പറയുക നമുക്ക് പോകേണ്ടത് എവിടെയും നമുക്ക് അവിടെ നിന്ന് പോകേണ്ടത് പേരാമ്പ്രയിൽ നിന്ന് പോകേണ്ടത് കൂരാറ്റുണ്ടല്ല ചമ്പ്രയ്ക്കാണ് നമുക്ക് പോകേണ്ടത്. അന്നേരം ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ചമ്പ്ര എത്തിയിട്ട് നമ്മൾ റബ്ബർ എടുക്കാൻ പോകട്ടോ. റബ്ബറാണ് നമുക്ക് എടുക്കേണ്ടത് ലോഡ്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എന്താണെന്ന് നോക്കാം. അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പം ബൈപ്പാസ് എന്നുള്ളൊരു വ്യൂ നോക്കിയാൽ ഗൈസ്, ആകാശവും തെങ്ങും കവുങ്ങും പിന്നെ അതിൻ്റെ നടുക്കൂടെയുള്ള റോഡും എന്താ രസമല്ലേ. അപ്പോൾ ബാക്കി നമുക്ക് വഴിയാണ്. അങ്ങനെ ചമ്പ്ര എന്ന് പറഞ്ഞിട്ട് ചമ്പ്രയിൽ നമുക്ക് എന്താ പറയുക, ഇപ്പം പറഞ്ഞതിൻ്റെ ചമ്പ്രയിൽ നിന്ന് ലോഡായില്ല. കാരണം എന്താ വെച്ചാൽ ചമ്പ്രയിൽ എന്താ പറയുക ഇനി ടൈം പിടിച്ചോ ലോഡാകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ. അന്നേരം നമ്മളോട് ഇവിടെ നേരെ എന്താ പറയുക കൂരാച്ചുണ്ടേക്ക് വരാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൂരാച്ചുണ്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മളെ അടുത്ത കമ്പനിക്കാരൻ ഹൈവേ മെയിൻ അവൻ്റെ അടുത്ത് പോയി എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു ഗോപ്രോൻ്റെ ഹീറോ 7 കൊണ്ടുത്തന്നുണ്ട്. ഇനിയിപ്പോൾ അധികവും വീഡിയോസ് ഇതിൻ്റെ അകത്താവണം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ മെമ്മറി കാർഡ് വേണം. അത്യാവശ്യം നല്ലൊരു മെമ്മറി കാർഡ് വേണം. അതിപ്പോൾ ഇനിയിപ്പോൾ ഈ ലോഡ് അങ്ങോട്ടാന്ന് നോക്കിയിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇടുന്നെങ്കിൽ ഒരു നല്ലൊരു അത്യാവശ്യം ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റിയ നല്ലൊരു മെമ്മറി കാർഡ് ഒപ്പിക്കണം. എന്നതിന് ശേഷം മെമ്മറി കാർഡ് ഒപ്പിച്ചതിന് ശേഷം പിന്നെ കുറേയൊക്കെ ഇതിൻ്റെ അകത്തായിരിക്കും കേട്ടോ കുറേയൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരിക. ഇനിയിപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയേ കണ്ടറിയാം. മാക്സിമം ഞാൻ ഫോണിൻ്റെ അകത്ത് എടുക്കും. കാരണം എന്താ വെച്ചാൽ ഇതിന് അഡീഷണൽ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നേരം നമുക്ക് മൈക്കിൻ്റെ സപ്പോർട്ട് വേണ്ട സ്ഥലങ്ങളിൽ ചില എന്താ പറയുക മൈക്ക് വേണം എന്നുള്ള നിർബന്ധമുള്ള ഇതിൽ സൗണ്ടിൻ്റെ ക്ലാരിറ്റി കുറവാണെങ്കിൽ അടുത്ത മൈക്ക് കൂടി വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ അത് വീഡിയോ ഉണ്ടാവുള്ളൂ. മൈക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ല മൈക്ക് നല്ല ഇത് എന്താ പറയുക നല്ല ഈ ക്യാമറ മൈക്ക് മെമ്മറി കാർഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് എന്തായാലും സെറ്റാവില്ല. അപ്പോൾ എല്ലാം ഓരോന്ന് 1 by 1 ആയിട്ട് നമ്മൾ സെറ്റാക്കുന്ന നേരം നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഇനി എന്തായാലും ഈ ലോഡ് എന്തായാലും കയറ്റി പോകുന്നത് നമുക്ക് എന്താ പറയുക കാണാം. ഇവിടുന്ന് ഇതാ ചേട്ടന്മാർ റബ്ബറിൻ്റെ ഷീറ്റാട്ടോ കയറ്റുന്നത്. റബ്ബറിൻ്റെ ഷീറ്റ് ഇങ്ങനെ ആദ്യം അട്ടിക്ക് എടുത്തത് അങ്ങനെ വെച്ചിട്ട് അടന്ന് തൂക്കും. അപ്പുറത്തും ഉണ്ട്. അങ്ങനെ തൂക്കിയിട്ട് അതിൻ്റെ അളവ് എഴുതി എത്രയാണെന്ന് തൂക്കമുള്ള എഴുതി വെച്ചിട്ട് അതെന്ത് ചെയ്യും ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് കയറ്റും. അങ്ങനെ എന്താ പറയുക 3-4 ചേട്ടന്മാരുണ്ട് കേട്ടോ ഇവിടെ. നടുവന്നൂരുള്ള ലേരിക്കുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെയാണ് ഇവിടുത്തെ പുറത്തുമാരായിട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞ ചമ്പ്ര ഇവിടെയുള്ള ഓഫീസിലുള്ള മൂപ്പരെ സുധൻ എന്ന് പറഞ്ഞ മൂപ്പരെ വീട്ടിലേക്കാണ്. വീട്ടിൽ വന്ന് ആദ്യം വീട്ടിൽ നിന്ന് കയറ്റാണ്ട് പറഞ്ഞ്. ഇപ്പം പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ നിന്ന് കയറ്റാമെന്ന് പറഞ്ഞാൽ ആദ്യം വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ്റെ വീടാട്ടോ ഇത്. നല്ല രസമല്ലേ വീട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെയുള്ള ചേട്ടനോട് ഇത് ഗാർഡൻ്റെ ചെയ്ത മൂപ്പരോട് ചോദിച്ചപ്പോൾ ഇവിടെ അറന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്ന മൂപ്പരാണ്. ഇവിടുന്ന് ഒരു പുള്ളിക്കാരൻ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പരാണ് ഗാർഡൻ്റെ പരിപാടിയൊക്കെ. ആ ഗാർഡൻ ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഗാർഡൻ്റെ പരിപാടികൾ ചെയ്യുന്നുണ്ടൊക്കെ പറഞ്ഞിട്ടോ. ഇപ്പോൾ നമ്മളെ ചേട്ടന്മാർ അടുത്ത് ഇവിടുത്തെ ചേട്ടന്മാർ ഇവിടുന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ കണ്ട അതേ രീതിയിലൊക്കെ തന്നെ കേട്ടോ ലോഡ് ചെയ്യുന്നത്. നമ്മൾ രണ്ടാമത് ഇതിലെ ചെമ്പ്രയുള്ള ഓഫീസിൽ നിന്ന് ബാക്കി കയറ്റണം. ഇനിയിപ്പോൾ ഓഫീസിൽ നിന്ന് കയറ്റിയിട്ട് എന്താ പറയുക ഇപ്പം പറഞ്ഞാൽ ഇതിൻ്റെ മേലെ കയറിയിട്ടില്ല എങ്ങനെയൊക്കെയാണ് ലോഡ് വെച്ചതെന്നൊക്കെ ഞാൻ എന്താ പറയുക കാണിച്ചു കേട്ടോ. 10 മിനിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മേലെത്തിയിട്ട് ഈ ഒരു ലെവലിലാണ് ഇവർ ഇപ്പോൾ ലോഡ് ചെയ്തിട്ട് ഇനിയും കുറച്ചുകൂടി സാധനങ്ങൾ കയറാനുണ്ട്. ഇനിയും സാധനങ്ങൾ ഇപ്പം പറഞ്ഞാൽ കയറിയിട്ട് ഇപ്പം പറഞ്ഞതിനോട്ട് ഇവിടെ ലേശോടെ ഒന്ന് ഫില്ലായിട്ട് എന്താ പറയുക ഒരുപോലെ നിൽക്കണം. എന്താ പറയുക എന്നാലാണ് നമുക്ക് മര്യാദ പായിടാനാവുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പം പറഞ്ഞതിനോട്ട് പായിടുന്ന കേസ് മാത്രമല്ല ഇവിടുന്ന് ഇനിയിപ്പോൾ എന്താ പറയുക ഇത് ഫുള്ള് ഫില്ലാക്കണം. ഫുള്ള് ഫില്ലാക്കാൻ ലെവലിലാക്കി വെക്കണം. അപ്പോൾ ഒരു ലെവലില്ലാണ്ട് അവിടെ ഇവിടെ എത്തിയിട്ട് നമ്മളങ്ങനെ ഇന്നലെ രാത്രി തന്നെ പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണയിൽ നിന്ന് കുറച്ച് വരാണ്ട്, ഉള്ളോട്ട് കുറച്ച് വരാണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനം ഇവിടെ ഇറക്കാനും പിന്നെ തിരിച്ചിലേക്ക് കയറ്റാനും അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എത്തിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറക്കിയിട്ട് പിന്നെ രണ്ടാമത് പോകണം. ബാക്കി വിശേഷം
നടക്കാതെ കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഇവിടെ നിന്നിങ്ങനെ ഈ വേറെ വണ്ടീൻ്റെ അകത്ത് മാറ്റി കയറ്റുക. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരുത്തൻ സൈഡ് കൊടുത്താൽ ഇനിയിപ്പോൾ ഇതാ നമ്മൾ മലപ്പുറം അതിലെങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി എന്താ പറയുക. അപ്പം വാണിയംകുളം, ഏകദേശം വാണിയംകുളമൊക്കെ എത്താനായി. വാണിയംകുളം വഴി അങ്ങനെ ചെറുപ്പളശ്ശേരി കഴിഞ്ഞിട്ടോ, ചെറുപ്പളശ്ശേരി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ ചെറിയ റോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ചെറിയ റോഡും കണ്ടില്ലേ, ഗോസ്റ്റോ. അപ്പോൾ ഇങ്ങനെ നമ്മളതാ ഈ റോഡിനോട് കൂടെ ഇങ്ങനെ ലെവലിൽ അങ്ങനെ മുന്നോട്ട് പോകട്ടോ. നമ്മളെ സൈഡിൽ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ഗായ്സ്, ഇതാ ട്രെയിനാണ് പോകുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു മനോഹരമായ ഇങ്ങനത്തെ ഒരു റോഡിനോട് കൂടെ നമ്മളിങ്ങനെ എന്താ പറയുക, നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എന്താ പറയുക, ചെറിയ റോഡാണെങ്കിൽ നല്ല വൃത്തിയുള്ള റോഡാട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലമാട്ടോ. എന്താ പറയുക, അപ്പം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാലക്കാട് പട്ടാമ്പി കയറിയിട്ടാണ് ആ വഴിക്കായിരിക്കണം നമുക്ക് പോകേണ്ടി വരിക. എന്തായാലും നേരെ എന്താ പറയുക, ഇവിടുന്ന് നേരെ തൃശ്ശൂർ കയറണം. തൃശ്ശൂർ കയറിയിട്ടേ പോകുള്ളൂ. വല്ലാപ്പുഴ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വഴിക്കൊക്കെ ആദ്യമായിട്ടാട്ടോ. ഞാനങ്ങനെ ഗൂഗിൾ അമ്മച്ചീനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ ഇപ്പോഴാണ് ഫോണ് വെക്കാനുള്ളൊരു സെറ്റപ്പ് ഇപ്പം കണ്ട് എത്തിയേ. ഇപ്പോഴാണ് ഫോണൊന്ന് മര്യാദയ്ക്ക് ഒരിക്കൽ വെക്കാനുള്ളൊരു സൗകര്യം കിട്ടിയ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എന്താ പറയുക, ഇന്ന് വരെ ഇന്നലെ അങ്ങോട്ട് വന്നപ്പോഴുള്ളതൊന്നും ഞാനെന്ത് ചെയ്യാൻ എന്താ പറയുക, വലിങ്ങനെ എനിക്ക് എന്താ പറയുക റണ്ണിങ് ഷോട്ടൊന്നും എടുക്കാൻ പറ്റാഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായിരുന്നുള്ളൂ, കൂടെ ആരുമില്ല. ഇപ്പം ഫോണ് വെക്കാൻ ഇപ്പോൾ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഫോണിങ്ങനെ വെച്ചാൽ സെൽഫി ക്യാമറ ഓൺ ആക്കുമ്പോൾ എന്നെ എത്രയേ കാണുള്ളൂ. അന്നേരം അല്ലാണ്ട് ബാക്ക് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ വഴി കറക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാം. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി വെച്ച്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഇപ്പം പറഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത്, വളരെ ചെറിയ റോഡാട്ടോ. വളരെ ചെറിയ റോഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ഈ റോഡിനെ കീറി മുറിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നോക്കിയാൽ ഒരു വീട് നോക്കിയാൽ ഇത് മനോഹരമല്ലേ. ഈ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും എന്താ പറയുക സന്തോഷവും വേറെ ഒന്നിനും കിട്ടില്ല. പ്രത്യേകിച്ച് ഈ യാത്ര ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് പായ് കെട്ടണം, ഇതൊക്കെ ആക്കണം. ഇപ്പോൾ വ്ളോഗർമാരൊക്കെ ബാക്കിയുള്ള എല്ലാ വ്ളോഗർമാരും ഇപ്പം പറഞ്ഞതിനോട്ട് എന്താ പറയുക, സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് പോകുന്നേരോ ഈ ബുൾജറ്റൊക്കെ യാത്ര ചെയ്തതോടെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം പുരേൻ്റെ ആധാരം വേണമെന്ന് വെച്ചിട്ട് ആ നൂല് തന്നെ പറഞ്ഞിരിക്കും. നമുക്ക് എന്താ പറയുക, ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഈ ബുൾജറ്റിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. പക്ഷേ എന്നാലും ഞാൻ പറയാം, നമുക്ക് പുരേൻ്റെ ആധാരം ഒന്നും പറയുമ്പോൾ കാര്യം തരുമൊന്നുമില്ല. അന്നേരം നമുക്ക് എന്താ പറയുക, നമ്മളെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ലോഡും വണ്ടിയിലും അങ്ങനെയൊക്കെ ഡ്രൈവിങ് ഇഷ്ടമാണ്. എനിക്ക് വണ്ടീൻ്റെ പ്രാന്താണ്.
അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പം പറഞ്ഞവരോട്ട് ഇങ്ങനെ ഓരോരുത്തർ ലോറിയിൽ ഇങ്ങനെ ഇപ്പം പറഞ്ഞവരോട്ട് പോവുക, സ്ഥലങ്ങൾ കാണുക, ആസ്വദിക്കുക. ചുങ്കപ്പുലാവ്, സ്ഥലത്തിൻ്റെ പേരാ ചുങ്കപ്പുലാവ്. ഇതൊക്കെ നിബിദിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെക്കറേഷൻസ് ആയിരിക്കും കേട്ടോ. ആണ് അത് നോക്കിയേ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നല്ല ഭംഗിയുണ്ട് അല്ലേ? ആ ബെഞ്ചിൻ്റെ മുന്നിൽ കണ്ണ് വെച്ച് കാണാൻ. അപ്പം ഞാൻ കരുതുന്നത് എന്നെ അമ്മയ്ക്ക് വൈദ്യുതിച്ചിട്ട് ഇതിലൊക്കെ കൊണ്ടുപോയതാണ് കേട്ടോ. പക്ഷേ ഞാൻ മാത്രമല്ല വരുന്ന എല്ലാവരും ഇതിലൊക്കെ തന്നെ വലിയ വണ്ടികളും വരുന്നുണ്ട്. എൻ്റെ വണ്ടീനെക്കാട്ടുള്ള ഒരുപാട് വലിയ വണ്ടികൾ വരുന്നുണ്ട്. നമ്മളെ കേരളത്തിലെ മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം പറഞ്ഞതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഉള്ളൊരു ചെറിയൊരു റോഡ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് സന്തോഷത്തോടെ എന്താ വെച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു റോഡ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ എനിക്ക് ഇങ്ങനെ കിട്ടുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് ഞാൻ ലൈഫിൽ ചിന്തിച്ചല്ല. എന്ത് മനോഹരം നോക്കിയാൽ രണ്ട് സൈഡിൽ ഒരു എന്താ പറയുക വയൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതിൻ്റെതാ ആ വയലിൻ്റെ നടുവിൽ കൂടെ റോഡ്, ആ റോഡ് കഴിയുന്നിടത്ത് തന്നെ ഒരു പള്ളി. ഈ നാടിനൊരു വല്ലാത്തൊരു ഭംഗി തന്നെയാണല്ലേ. ഇപ്പോൾ ഇതുവരെ ഈ ഇങ്ങനത്തെ റോഡുകളിലൊന്നും പോകാത്ത ആൾക്കാർ ജസ്റ്റ് ഇങ്ങനത്തെ റോഡുകളിലൊക്കെ പോയി നോക്കുക. എന്നുവെച്ചാൽ നമ്മൾ കാണാത്ത പല കാഴ്ചകളും നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ പല പല നല്ല നല്ല കാഴ്ചകളുണ്ട്. ഉള്ളിൽ കൂടെ പോകുന്ന റോഡുകൾ, നമ്മളെ നാട്ടിൽ തന്നെ ഉൾനാട്ടിൽ കൂടെ പോകുന്ന ചില റോഡുകളൊക്കെ കാണുമ്പോൾ അതിമനോഹരമായിരിക്കും. പക്ഷെ നമുക്കെന്താ പറയുക, മുറ്റത്തെ മുല്ലേക്ക് മണയില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്കെന്താ പറയുക, നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നതാണ്. പക്ഷേ നിങ്ങളൊന്ന് ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലും നമ്മളെ ചുറ്റിനും ഒരുപാടുണ്ട് നമുക്ക് ആസ്വദിക്കാൻ. എല്ലാവരും അത് മനസ്സിലാക്കുക. ഇതാ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നേരോ നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നേരതാ നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. രണ്ട് സൈഡിലും കൃഷിക്ക് വേണ്ടിയിട്ട് റോഡൊക്കെ എന്താ പറയുക, കൃഷിക്ക് വേണ്ടിയിട്ട് വയലൊക്കെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് വയലൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്താ ഇവിടെ മേലെ കുറച്ച് എന്താ പറയുക നെല്ലിൻ്റെ ചെറുങ്ങനെ നെല്ല് പാകിയുണ്ട്. ഓരോ ഇതൊക്കെ എന്താ പറയുക ഇങ്ങനെ ഉള്ളിൽ കൂടെ എന്താ പറയുക ഓരോ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ കേട്ടോ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. ഇപ്പം ബാക്കിയുള്ള എല്ലാ പല ട്രാവൽ ബ്ലോഗർമാരും അതുപോലെ ഇപ്പം പറഞ്ഞതിനോട്ട് നമ്മൾ ഓൾ കേരള അടിക്കുന്ന ആൾക്കാരുണ്ട്, ഓൾ ഇന്ത്യ അടിക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ലഡാക്കിലേക്ക് അങ്ങനെ വേൾഡ് ട്രിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മെയിൻ റോഡ് അല്ലെ ഹൈവേ ബൈ ക്രൂസ് ചെയ്ത് ഇന്നെന്ന ജില്ലകൾ, ഇന്നെന്ന സ്ഥലങ്ങൾ, അല്ലെ ഇന്നെന്ന രാജ്യങ്ങൾ ഞാൻ കവർ ചെയ്തെന്ന് അറിയാം. അതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ലല്ലേ. അതിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം എന്താ പറയുക ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ഈബിൾ ജെറ്റ് ആണെങ്കിൽ ഇപ്പം പറഞ്ഞതിനോട്ട് എല്ലാ ഗ്രാമങ്ങളിലും മാക്സിമം ഓലെ കൊണ്ട് കഴിയുന്ന പോലെ ഗ്രാമങ്ങളിലും ഒക്കെ പോകും. അങ്ങനെയൊക്കെയാണ് ഓരോ വീഡിയോസ്. അതേപോലെ തന്നെ നമ്മൾ ലോറി പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഈ മാപ്പ് നോക്കി വരുന്നേരം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്താ പറയുക ഇപ്പം പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും എല്ലാവരും പറയും പല സ്ഥലങ്ങളിലും എനിക്ക് വഴി ഭയങ്കരമാണ് പക്കയാണ്. പക്ഷെ എനിക്ക് വഴി ഇങ്ങനെ എനിക്ക് അറിയുന്നില്ല. ഞാൻ കുറേയൊക്കെ ബോർഡുകൾ നോക്കും, കുറേയൊക്കെ ജസ്റ്റ് നമുക്ക് എന്താ പറയുക പോയി പരിചയമുള്ളതുണ്ടാവും. പിന്നെ പറഞ്ഞാൽ പിന്നെ ഇത് വയലും കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഐ തിങ്ക് ദാറ്റ് ഇത് പാലക്കാട് ജില്ലയാണ് ആണെന്ന് തോന്നുന്നത്, അല്ലാണ്ട് പാലക്കാടാണെന്ന് തോന്നുന്നു. കൃഷി ഇതൊക്കെ കണ്ടിട്ട്
ഇത് മനോഹരമായ കാഴ്ചകൾ കഴിച്ചു, ഇത് മനോഹരമായ കാഴ്ചകൾ. ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അടുത്ത വീഡിയോ അല്ല ഇതിൻ്റെ തന്നെ ബാക്കിയായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.